അപസ്മാരം എന്നത് സ്ത്രീകളെ എന്തോരം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ആർത്തവിരാമം ആ സംഭവങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടീനേജ് വരുന്നു, ഈ പീരീഡ്സ് വരുന്നു. അപ്പോൾ കാറ്റമൈൻ എപ്പിലെപ്സി പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേജാണ് ഈ ഒരു കൺസീവ് ചെയ്യുന്നൊരവസ്ഥ. ഒരു വൈവാഹിക ജീവിതം അല്ലെങ്കിൽ ഒരു 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 ജീവിതത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ പറയുന്ന പ്രതിബന്ധം എന്ന് പറയുന്ന ഒരു സോഷ്യൽ പ്രതിബന്ധമാണ്. എപ്പോഴും ഇപ്പോൾ പാരൻസിനാണെങ്കിലും രോഗികൾക്കാണെങ്കിലും, രോഗി എന്ന് പറയുന്നത് അപസ്മാരമുള്ള പെൺകുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു ഒരു കുടുംബജീവിതത്തിലേക്ക് എങ്ങനെ പോകും എന്നുള്ളത്. ഒന്ന് അസുഖത്തിനെ പറ്റിയുള്ള കുറേ പേടികളും അതിനെപ്പറ്റിയുള്ള ടെൻഷൻസുമാണ്. അതുമാത്രമല്ല പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഇതിന് നല്ലൊരു ഇതല്ല. അപ്പോൾ എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ പലപ്പോഴും പല പ്രപ്പോസലുകളും മുടങ്ങുന്നു എന്നൊക്കെ പറയുന്ന കംപ്ലയിൻറ്റും നമ്മുടെ അടുത്ത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. പല എപ്പിലെപ്സികളും ഒരു 30 മുതൽ 60% വരുന്ന സീഷ്യസ് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഒരു വൈവാഹിക ജീവിതത്തെയോ അല്ലെങ്കിൽ ഒരു ഗർഭധാരണത്തിനെയോ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസിനെയോ ലാക്ടേഷനെയോ അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിനോ ഒന്നും ഒരിക്കലും ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കാറില്ല പലപ്പോഴും. പക്ഷേ ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഒരു പ്രധാന കടമ്പ അല്ലെങ്കിൽ പ്രധാന ബുദ്ധിമുട്ട്. 2, കഴിക്കുന്ന പല മരുന്നുകൾ ഫെർട്ടിലിറ്റിയെ തന്നെ ബാധിക്കാം. നമ്മുടെ ഗർഭം ധരിക്കുന്നതിനുള്ള ആ ഒരു ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെ തന്നെ ബാധിക്കാറുണ്ട്. ചിലതരം മരുന്നുകൾ കഴിക്കുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്ലാനിങ്, ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് പോകുന്നതിനുള്ള പ്ലാനിങ് വരുമ്പോൾ ന്യൂറോളജിസ്റ്റിൻ്റെയും ഗൈനക്കോളജിസ്റ്റിൻ്റെയും ഹെൽപ്പോട് കൂടി പീരീഡ്സിനെ റെഗുലറൈസ് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് അത് മരുന്നുകൾ കൃത്യമായി അതിനനുസരിച്ച് ഡോസ് മാറ്റം വരുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. 2, ഗർഭധാരണം, അതായത് ഒരു കൺസീവ് ചെയ്യുക എന്ന് പറയുന്നത്. കൺസീവ് ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലംസും നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. കാരണം കൺസീവ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ആദ്യത്തെ ഒരു 2 മാസം ഈ വളരുന്ന ഭ്രൂണം എംബ്രിയോ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ വളരുന്ന എംബ്രിയോന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പലതരം ഉപയോഗിക്കുന്ന പല മരുന്നുകളും ഈ ഭ്രൂണത്തിനെ കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. എപ്പിലെപ്സി പ്രഗ്നൻസിയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്ന ഒരു നമ്പർ 1 ചലഞ്ച് ഇതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ കൊണ്ട് നമുക്കൊരിക്കലും വളരുന്ന ഭ്രൂണത്തിന് ഒരു അബോർഷൻ പോലെ വരാനോ അല്ലെങ്കിൽ ഒരു മേജർ കൺജനിറ്റൽ മാൽഫർമേഷൻ എന്ന് പറയും, അതായത് ഒരു അപാകത ഉണ്ടാവാൻ പാടില്ല. അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് അതിനനുസരിച്ച് മരുന്നുകളുടെ ഡോസിൽ വ്യതിയാനം വരുത്തണം. മരുന്നുകൾ ഇപ്പോൾ ചിലപ്പോൾ മാറ്റേണ്ടി വന്നിരിക്കും. കാരണം പലപ്പോഴും അത് ഭയങ്കരമായിട്ടൊരു ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് സ്ത്രീകളിൽ. അയ്യോ, ഞാൻ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 2 ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. ഒന്ന്, എൻ്റെ കുട്ടിക്ക് അപസ്മാരം വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതൊരു വേറൊരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിന് പറയുന്നത് നമ്മളൊരു 30% വരുന്ന അപസ്മാരങ്ങൾ ജനറ്റിക്കാണ്. കാരണം MRI എടുത്താലും EG എടുത്താലും വലിയ കാര്യമായിട്ട് മാറ്റങ്ങൾ കാണുന്നില്ല. ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, കുട്ടിക്ക് വരുമോ എന്നുള്ളൊരു ആങ്സൈറ്റി പാരൻസിന് നാച്ചുറലി ഉണ്ടാവും. അത് വന്നാലും നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള ആ ഒരു ധൈര്യം കൊടുക്കുകയും ആ ഒരു ജനറ്റിക് കൗൺസിലിംഗ്, പിന്നെ വളരെ വഷളായിട്ടുള്ള എപ്പിലെപ്സി ആണെങ്കിൽ, അതായത് വളരെ റിഫ്രാക്ടറി ആയിട്ടുള്ളതും വളരെ പ്രോബ്ലം ആണെങ്കിൽ ഒരു ജനറ്റിക് കൗൺസിലിംഗ് കൊടുത്ത് അതിന് ജനറ്റിക് കൗൺസിലിംഗ് കൊടുക്കുകയും ജീൻ ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സിക്കുകയും ചെയ്യാം. പക്ഷേ പലപ്പോഴും ഒരു 90% പേഷ്യൻസിലും നമ്മൾ കാണുന്നത് വളരെ മൈൽഡായിട്ടുള്ള എപ്പിലെപ്സീസ് ആണ്. അതുകൂടാതെ ചിലപ്പോൾ കുട്ടികൾക്ക് ഈ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയും, പനിയുടെ കൂടെ വരുന്ന അപസ്മാരങ്ങൾ, അതെല്ലാം ഉണ്ടാകാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അവർക്ക് കൊടുത്ത് അവരെ എംപവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ നമുക്ക് അവിടെ മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. 2ാമത്തെ ചോദ്യമാണ് എൻ്റെ വളരുന്ന ഭ്രൂണത്തിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളത്. ഈവൺ അപസ്മാരത്തിന് വേണ്ടി മരുന്ന് കഴിക്കാത്ത ഒരാളിൽ തന്നെ ഒരു 2% സ്ത്രീകളിൽ 100 പ്രഗ്നൻസി എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 തന്നെ എന്തെങ്കിലും അപാകതകൾ ഉണ്ടാവാറുണ്ട്. 2 പ്രഗ്നൻസിക്ക് തന്നെ. എപ്പിലെപ്സിയിൽ വരുമ്പോൾ അത് ഇത്തിരി കൂടും, ഒരു 4% വരും. പക്ഷേ എന്നാലും അവർക്ക് ആ ധൈര്യം കൊടുക്കേണ്ടത് 96% അല്ലെങ്കിൽ 92 മുതൽ 96% കേസുകളിലും പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നുള്ള ആ ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മരുന്നുകൾ മാറ്റണം. ചിലതരം മരുന്നുകൾ 20-25% വരെ സാധ്യത ഉണ്ടാക്കും, പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യത, ഈ മേജർ കൺജനിറ്റൽ മാൽഫർമേഷൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം അത് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട്. പലപ്പോഴും ഡോസുകളിൽ വ്യതിയാനം വേണ്ടി വരും. പ്രഗ്നൻസി വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജുകളിൽ കുറച്ച് ഡോസ് കുറഞ്ഞു മതിയാവുമായിരിക്കും. പിന്നത്തെ സ്റ്റേജിൽ പോകുമ്പോൾ ചിലപ്പോൾ ഡോസ് കൂടുതൽ വേണ്ടി വരും. കാരണം വെയിറ്റ് വയ്ക്കും. പ്രഗ്നൻസി വരുമ്പോൾ വെയിറ്റ് കൂടുന്ന ഒരവസ്ഥ വരും. അപ്പോൾ 2ാമത്തെയും 3ാമത്തെയും ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ഡോസുകൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വന്നേക്കും. അതുകൂടാതെ ഈ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണാണ് നമ്മൾ ബേസിക്കലി നിൽക്കുന്നത് പ്രഗ്നൻസിയിൽ. അപ്പോൾ ആ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടുന്തോറും നമുക്ക് ഫിറ്റ്സ് വരുന്നതിനുള്ള സാധ്യത കുറയും.
പക്ഷേ അറ്റ് ദ സെയിം ടൈം പ്രഗ്നൻസി അവസാനിക്കാറാവുമ്പോൾ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് ഈ പ്രൊജസ്ട്രോൺ ലെവൽ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ സീഷേഴ്സ് വരുന്നതിനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സെൻസിറ്റിവിറ്റി രോഗിയെ ട്രീറ്റ് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിനും നമ്മൾ കൊടുത്ത് മനസ്സിലാക്കി, ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരെ മോണിറ്റർ ചെയ്ത് ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്ത് ഡോസിൽ വ്യതിയാനങ്ങൾ വരുത്തി ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഇത്തരം കേസുകളിൽ ഒരു എപ്പിലെപ്റ്റോളജിസ്റ്റിൻ്റെ ന്യൂറോളജിസ്റ്റിൻ്റെ ഒരു പ്രോപ്പർ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഒരു പ്രോബ്ലം ഇല്ലാതെ അമ്മയ്ക്കും കുട്ടിക്കും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും.